താന്യം കീഴ്പുള്ളിക്കരയിലെ മുനയം താൽക്കാലിക ബണ്ട് നിർമ്മാണം വൈകുന്നു. കോൾ മേഖലയിൽ ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിൽ നെൽകർഷകർ. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണമാണ് വൈകുന്നത്. കാലങ്ങളായി ഡിസംബർ അവസാന വാരത്തോടെ പൂർത്തിയാകുന്ന ബണ്ട് നിർമ്മാണം ഇത്തവണ ഡിസംബർ മാസം ആരംഭിച്ചിട്ടും നിർമ്മാണത്തിനായുള്ള യാതൊരു നടപടിയും തുടങ്ങിയിട്ടില്ല. സമയാസമയങ്ങളിൽ ബണ്ട് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ നെൽകൃഷി മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന കർഷകരെ പിന്നോട്ടടിക്കുന്ന സമീപനമാണ് ബണ്ട് നിർമ്മാണം വൈകുന്നതിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രകടമാകുന്നതെന്ന് വെണ്ടരപ്പാടം പാടശേഖര സമിതി മുൻ കൺവീനറും കർഷകനുമായ CL ജോയ് പറഞ്ഞു. ഈ ഉപ്പുവെള്ളം കയറി കൃഷിനാശമുണ്ടായി, അതുപോലെ കുടിവെള്ള പദ്ധതികളിലൊക്കെ ഈ ഉപ്പുവെള്ളം വന്നതിന് ശേഷം ജനങ്ങളുടെ മുറവിളി കൂട്ടിയാൽ മാത്രമേ ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ നടപടിയെടുക്കൂ എന്നുള്ളത് വളരെ മോശമായൊരു കാര്യമാണ്. കർഷകർ ഈ മേഖലയിൽ വളരെ ബുദ്ധിമുട്ടി പിടിച്ചു നിൽക്കുമ്പോൾ അവരെ വീണ്ടും വീണ്ടും കടക്കണിലേക്ക് തള്ളി നീക്കുന്ന രീതിയിൽ കൃഷിഭൂമി തന്നെ നാശമാക്കാവുന്ന രീതിയിൽ ഉപ്പുവെള്ളം കയറ്റാൻ ഒരു ബോധപൂർവമുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് കർഷകനായി ഞങ്ങളൊക്കെ സംശയിക്കുകയാണ്. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണർന്ന് പ്രവർത്തിച്ച് മുനയം കെട്ടിൻ്റെ പണി ആരംഭിക്കാനും ഉപ്പുവെള്ളം കയറുന്നതിന് മുമ്പ് മുനയം ബണ്ട് നീരടയുന്നതിന് വേണ്ട ശ്രമം നടത്താനായിട്ടുള്ള ശ്രമം ഉണ്ടാകണം എന്നാണ് കർഷകർക്ക് വേണ്ടി ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ബണ്ടിനെ ആശ്രയിച്ചാണ് കാട്ടൂർ, ചാഴൂർ, താന്യം, അന്തിക്കാട് കോൾ മേഖലയിൽ കൃഷി നടക്കുന്നത്. വേനലിൽ കനാലിൽ നിന്ന് ഓരുവെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാനും ശുദ്ധജല സംഭരണികൾ മലിനമാവാതിരിക്കാനുമാണ് നവംബർ മാസം പകുതിയിൽ ആരംഭിച്ച് ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാകുന്ന വിധത്തിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഓരോ വർഷവും നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ട് മഴ ആരംഭിക്കുന്നതിലൂടെ പൊളിച്ചു നീക്കും. ബണ്ടിന്റെ നിർമ്മാണം വൈകിയാൽ ഓരുവെള്ളം കയറി കൃഷിനാശവും ശുദ്ധജല ക്ഷാമവുമാണ് ഫലം. അതിനാൽ ബണ്ട് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം.